ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ എന്നാൽ വലിയൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അത് ഇപ്പം അല്ല, എനിക്ക് കുറച്ച് കാലം മുന്നേ, ഒരു 2-3 വർഷം മുന്നേ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് പറയണ വേണ്ടതൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല. പിന്നെ നമ്മുടെ അസ്വി മലയാളം ഇല്ലേ, അസ്വി ചേച്ചീൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു. ആ ചേച്ചി ഇപ്പോൾ ഈ അടുത്തൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ട്. ചേച്ചിക്കും അങ്ങനെ ഒരു തോന്നൽ, കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങളോട് ഇന്ന് കുറച്ച് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, കറുപ്പ് വെളുപ്പ്. ഈ താരതമ്യപ്പെടുത്തൽ എൻ്റെ പൊന്നേ, ഈ ഒരു 2025 ആയിട്ടും മാറാത്ത ആ ഒരു ചിന്താഗതി മാറ്റാത്ത ഒരുപാട് പേരുണ്ട്. എൻ്റെത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഓരോരുത്തരുടെ കളറ് അത് ശരി, കറുപ്പ് വെളുപ്പ് അതൊക്കെ ഉണ്ട് എന്ന് വെച്ച് അതിനെ ആക്ഷേപിക്കുക, അതിനെക്കുറിച്ച് കുറ്റം പറയുക, അതൊരു തെറ്റ്. കറുത്തിട്ടാണെങ്കിൽ അവൾ തെറ്റാണ്, കറുത്തിട്ടാണെങ്കിൽ അവളെ കാണാൻ രസമില്ല, അങ്ങനാണ് ഇങ്ങനാണ്. എന്താണ് ഗൈസ്, വെളുത്തിട്ടുണ്ടെങ്കിൽ വെള്ളപ്പാറ്റ, കറുത്ത കറുമ്പി, ഇതാണ്. ഓക്കെ, ഇനി ഇങ്ങനെയാണ് നാട്ടു നടപ്പിൽ പറയണത്. ഇനി എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ തോന്നും, ഞാൻ എന്തായാലും ഒരു മീഡിയം ടു ഡാർക്ക് സ്കിന്നാണ് കേട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു, ഇപ്പം ഫ്രണ്ട് അല്ല, ഒരു ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. അപ്പം എന്തൊക്കെയോ കാരണങ്ങളാൽ കൊണ്ട് ഞങ്ങൾ തെറ്റി കഴിഞ്ഞപ്പം അവൾ എന്നോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനു മുന്നേ ഗൈസ് അവൾക്ക് 2 മക്കളാണ് കേട്ടോ. ഒരു ആൺകൊച്ച് ഒരു പെൺകൊച്ചാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ അവളുടെ പെൺകൊച്ച് കുറച്ച് നല്ല വെളുത്തിട്ടാണ്, ഇവളും നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഭംഗിയല്ല, നല്ല ഭംഗിയുണ്ട്. കളർ കൊണ്ട് മാത്രമല്ല, അല്ലാണ്ട് നല്ല ഭംഗിയുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കൊച്ചും നല്ല അടിപൊളി സുന്ദരി കൊച്ചാണ്. അപ്പം ഇവൾ തേങ്ങാപ്പാലിലൊക്കെയാണ് കുളിപ്പിക്കാറ് പോലും. അതൊക്കെ എന്നോട് പറയാറുണ്ട്, തേങ്ങാപ്പാലിലാണ് കുളിപ്പിക്കാറ്. അങ്ങനെ ഒരിടയ്ക്ക് അവൾക്ക് പെട്ടെന്ന് കളർ അങ്ങ് മങ്ങിയത് കൊച്ചിന്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ടെൻഷനായി, അയ്യോ കൊച്ചിൻ്റെ കളർ എന്താ ഇങ്ങനെ പോയി, കറുത്ത് പോവുമോന്ന് എന്താണ് അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോഴേ എനിക്ക് മൈൻഡിൽ പോയി. പിന്നെ അതേപോലെ തന്നെ പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് ഫുള്ളും കറുത്ത പാടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ട്, പക്ഷെ പണ്ടത്തെക്കാളും ഇപ്പം നല്ല കുറവാണ് കേട്ടോ. അപ്പം പണ്ട് മുഖത്ത് കുരു ഉണ്ടായിരുന്നു, പാടുണ്ടായിരുന്നു. ആ കൊച്ചിനെ കാണാൻ നേരത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ കൊച്ചിനെ എന്നെ ഇങ്ങനെ മനസ്സിലാക്കിക്കുന്നതെന്ന് വെച്ചാൽ കറുത്തിട്ട് മുഖത്ത് പാടുള്ള കറുത്ത കുരുക്കളുള്ള ചേച്ചി ഇല്ലേ, ആൻറ്റി, അങ്ങനെയാണ് ആ കൊച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെറ്റായ ഒരു ധാരണ വരുമ്പോൾ നമ്മൾ പാരൻസ് വേണം പിള്ളേരോട് പറയാൻ, അങ്ങനെ പറയരുത്, അങ്ങനല്ല, ഇങ്ങനെയാണ്, ചേച്ചിയുടെ പേര് ഇതാണ് ചേച്ചി എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം. പക്ഷെ അത് അവൾ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോഴേ എനിക്കൊരു ചെറിയൊരു ഹേർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അടി ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് തമ്മിൽ കുറച്ച് അടിപിടിയൊക്കെ ഉണ്ടായ സമയത്ത് ഇവൾ എന്നോട് പറയുന്നത്, നിന്നെ എന്തിനു കൊള്ളാം, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണുള്ളത്, കറുമ്പിയായിട്ടല്ലേടി നീ ഇരിക്കണത്, കറുമ്പി എന്നാണ് പറഞ്ഞത്. അത് വാട്സപ്പിൽ വോയിസ് ആണ് കേട്ടോ അയച്ചത്. ആ വോയിസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി കേട്ടോ. അപ്പം അങ്ങനെ കറുമ്പി കറുത്തും ഇത് നിൻ്റെ എവിടെയെങ്കിലും വെളുത്തിട്ടുണ്ടോടി എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. എവിടെയെങ്കിലും വെളുത്തിട്ടുണ്ടോടി, നിൻ്റെ മുഴുവൻ കറുത്തിരിക്കുവാണ്, മുഖം മുഴുവൻ പാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. ആ ഒരു 2-3 ദിവസത്തേക്കുണ്ടല്ലോ ഗൈസ്, എൻ്റെ കിളികളൊക്കെ പാറി. സംഭവം എനിക്ക് ഇതൊന്നും ശരിയല്ല എനിക്ക് അറിയെങ്കിൽ പോലും കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു വിഷമം ഉണ്ടാവില്ലേ. മറ്റുള്ളവരുടെ വിഷമം നമ്മൾ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നത് നല്ലതാണ് അല്ലേ. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ അവളുടെ ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും. ഈ പറയുന്ന അവളാണെങ്കിൽ കുറച്ച് തടിച്ചിട്ടാണ്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ തടിച്ച് എന്നും പറയാം. പക്ഷെ ഞാൻ പറയില്ല, അതെൻ്റെ മര്യാദ. കാരണം തടിച്ചിട്ടാണെങ്കിലും മെലിഞ്ഞിട്ടാണെങ്കിലും കറുത്തിട്ടാണെങ്കിലും വെളുത്തിട്ടാണെങ്കിലും എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും മനസ്സുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. മനസ്സിന് ആരും ഇപ്പോൾ വില കൊടുക്കുന്നില്ല. മനസ്സിന് വില എന്ന് പറഞ്ഞൊരു സാധനമില്ല.
ഭംഗിയുണ്ടെങ്കിൽ മനസ്സ് നല്ലതാണ്, പൈസ ഉണ്ടോ മനസ്സ് നല്ലതാണ്, അങ്ങനെ വിചാരിക്കുക. പക്ഷെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവരുടെ കൂടെ ജീവിക്കുന്നവർക്കേ മനസ്സിലാവത്തുള്ളൂ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന്. അങ്ങനെയല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കണത്? ആ ഒരു കാലം കഴിഞ്ഞു പോയി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ കളറ് ഇല്ലെങ്കിൽ തടിച്ചിട്ട് മെലിഞ്ഞിട്ട് എന്നൊക്കെ ഉള്ള ഇതുണ്ടോ? എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കുത്തി നോവിക്കുന്നത്? അതാണ് കേട്ടോ. എനിക്ക് നല്ലൊരു വേദന ഉണ്ടായിരുന്നു, പക്ഷെ അപ്പം ഞാൻ റിയാക്ട് ചെയ്യാൻ തോന്നിയില്ല എനിക്ക്. ഇന്നിപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അവൾ ആ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് തരുവാണ്. ഇനി അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ അനുഭവിച്ചവരാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തോന്നട്ടെ, ഒരിത്തിരിയെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നട്ടെ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ വരും വരയ്ക്കാൻ ബൈ.